കർത്താവിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രൈസ്റ്റ് ബ്ലെസ്സസ് യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ അനുഭവസാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചാനലിലേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ പി എ. ഞാൻ വയനാട് ജില്ലയിൽ തൃശ്ശേരിയിൽ FF ആൻ്റണിയുടെയും മറിയാമ്മ പി എയുടെയും മൂന്നാമത്തെ മകനായി ജനിപ്പാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ മാതാപിതാക്കൾ കത്തോലിക്ക സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു പോവുകയും ഞങ്ങളെ ആ നിലവാരത്തിൽ പള്ളിയുമായി ബന്ധപ്പെടുത്തി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനത്തെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. നാടിനും നാട്ടുകാർക്കൊക്കെ തലവേദനയായി താൻ മദ്യപിക്കുകയും കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ പിതാവിൻ്റെ മദ്യപാനം കൊണ്ട് പലപ്പോഴും ഞങ്ങൾ വീട്ടിൽ കിടക്കുവാൻ കഴിയാതെ ഞങ്ങളുടെ പറമ്പത്ത് ഞങ്ങൾ മഴയ്ക്കും വെയിലിലൊക്കെ ഒളിച്ച് കിടക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. പിതാവിന് ഒരു ഭയമായിരുന്നു ഞങ്ങൾക്ക്. പിതാവ് മദ്യപിച്ച് വരുമ്പോൾ ഞങ്ങളെ കൊല്ലും. ഞങ്ങൾ താമസിക്കുന്ന അന്നത്തെ പുല്ലുവരയായിരുന്നു. പുല്ലുവര കത്തിക്കും, അമ്മേനെ കൊല്ലും. ഇങ്ങനെയുള്ള ആക്രോശിച്ചുള്ള നിലവിളികളും ഒച്ചപ്പാടുകളും തെറിയൊക്കെ കേട്ട് ചീത്തയൊക്കെ കേട്ട് വളർന്നു വന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ എൻ്റെ പിതാവിന് ഒരു ദിവസം ഒരു രോഗം പിടിച്ചു. ആ രോഗം വന്ന തനിക്ക് എഴുന്നേൽക്കാനും ഇരിക്കുവാനും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർ കടന്നു വരികയും എൻ്റെ പിതാവിനോട് യേശുവിനെ പറ്റി പറയുകയും പ്രാർത്ഥിച്ച് അല്പം എണ്ണ കൊടുത്തു. ആ പ്രാർത്ഥിച്ച് ലഭിച്ച എണ്ണ തൻ്റെ രോഗം വന്ന ഭാഗത്ത് താൻ പുരട്ടി. തൽഫലമായിട്ട് എൻ്റെ പിതാവിന് രോഗം മാറി. അങ്ങനെ പെന്തക്കോസ്തുകാരോടും ദൈവവചനം പ്രസംഗിക്കുന്നവരോടൊക്കെ ഒരു സ്നേഹവും ഒരു വാത്സല്യമൊക്കെ ഉണ്ടായി. അങ്ങനെ പെന്തക്കോസ്തുകാരോട് അതുവരെയും വെറുപ്പും പെന്തക്കോസ്തുകാരെ കളിയാക്കുകയും തെറി പറയുകയും ചെയ്ത എൻ്റെ പിതാവ് പെന്തക്കോസ്ത് പ്രാർത്ഥനയിലോടും ദൈവദാസന്മാരോടും താല്പര്യം പ്രകടിപ്പിച്ചു. അത് മുഖാന്തരം ഞങ്ങളും ഈ പെന്തക്കോസ്ത് സഭയിൽ കടന്നു ചെന്നു. അന്ന് വളരെ ദാരിദ്ര്യമായിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ പിതാവൊക്കെ കോട്ടയത്ത് നിന്നും ആ കാലഘട്ടങ്ങളിൽ മലബാറിലെ വയനാട്ടിൽ സ്ഥലം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി കടന്നു വന്നവരായിരുന്നു. ആ സമയത്ത് വളരെ ദാരിദ്ര്യമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ പെന്തക്കോസ്ത് സഭയിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ പിതാവിനോട് പറഞ്ഞ് ഞങ്ങളെല്ലാം കൊണ്ടുപോയി. എനിക്ക് 3 സഹോദരങ്ങളാണ്. മൂത്തത് ചേച്ചിയാണ്, രണ്ടാമത്തെ ചേട്ടൻ, എൻ്റെ ഒരു അനുജനുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത പെങ്ങളുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ പെന്തക്കോസ്ത് സഭയിൽ കടന്നു പോകുന്നത്. അവിടെ സൺഡേ സ്കൂൾ അവർ പഠിപ്പിക്കുമ്പോൾ യേശുവിനെ പറ്റി പഠിപ്പിച്ച് കഴിയുമ്പോൾ കഞ്ഞിയും പയറും കൊടുക്കും. പക്ഷേ ദൈവവചനം കേൾക്കാനൊന്നുമല്ല ഞങ്ങൾ പോകുന്നത്. അന്നത്തെ വിശപ്പ് മാറ്റാൻ, അന്നത്തെ ബുദ്ധിമുട്ട് മാറ്റാൻ. പെങ്ങൾ പറയടാ അവിടെ കഞ്ഞിയും പയറൊക്കെ കിട്ടും, നമുക്ക് പോയി എന്ത് ചെയ്യുക, കുറച്ച് നേരം അവിടെ ഇരിക്കാം, കഞ്ഞിയും പയറൊക്കെ കുടിക്കാം. അങ്ങനെ വിശപ്പ് മാറ്റാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പെന്തക്കോസ്ത് സഭയിലേക്ക് കടന്നു പോയത്. അങ്ങനെ ഞങ്ങൾ ദൈവവചനം കേട്ടു, ദൈവത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. യേശു നല്ലവനാണെന്നൊക്കെ അറിയുവാൻ കഴിഞ്ഞു ഞങ്ങളുടെ ചെറുപ്രായത്തിൽ. എന്നാൽ വീട്ടിലെ ദാരിദ്ര്യം കൂടുതലായതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ 4 പേരെയും പോറ്റിക്കൊണ്ടുപോകുക എന്നത് എൻ്റെ പിതാവിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് കൂലിപ്പണിയാണ്. അതിനാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്നെ 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിൽ വള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓർഫനേജ് ഉണ്ട്. അവിടെ എന്നെ കൊണ്ടുപോയി. വീട്ടിലെ ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ഞാൻ അവിടെ വള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഓർഫനേജ് പഠിക്കുകയായിരുന്നു. അവിടെ ചെന്ന് നിന്നപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്ന വിഷമവും മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത വിഷമവും മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കേണ്ട സാഹചര്യത്തിൽ അത് ലഭിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക സംഘർഷമൊക്കെ എനിക്ക് ആ ചെറുപ്രായത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഓർഫനേജിൽ നിന്നും എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ കടന്നു വരികയും നാട്ടിൽ പല കാര്യങ്ങളും ജോലിയിലൊക്കെ ഞാൻ നടന്നു. കൂലിപ്പണിക്കായിട്ടും വണ്ടി ഓടിക്കലൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ഞാൻ ഈ ലോകമോഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് ഫറോക്കിൽ അവിടെ ഒരു കട്ടക്കമ്പനിയിൽ ജോലിക്കായി വന്നു. അങ്ങനെ ജോലിക്കായി അവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കട്ടക്കമ്പനിയിലെ മെഷീനിൽ എൻ്റെ കൈ
കയറി. അങ്ങനെ കൈവിരലിൻ്റെ അഗ്രഭാഗം മുറിഞ്ഞ്, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ അടുത്തുള്ള ഹോസ്പിറ്റൽ എന്നെ കൊണ്ടുപോയി. അവിടുന്ന് കൈവിരൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഞാൻ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ആ കമ്പനി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത, അല്ലെങ്കിൽ കമ്പനി ഞങ്ങൾക്ക് തന്ന റൂമുണ്ട്. ആ റൂമിൽ ഞാൻ തനിയെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ആ റൂമിൽ താമസിക്കാൻ ഒരു സഹോദരനുമുണ്ട്. അദ്ദേഹമായി എപ്പോഴും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ കൊല്ലണമെന്നുള്ളൊരു ചിന്ത എന്നിൽ വന്നു. അദ്ദേഹത്തെ കൊല്ലുവാൻ ഒരു കത്തിയൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചു. അങ്ങനെ ഞാൻ തനിയെ കൈയും മുറിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത്, ജോലിയില്ലാത്ത സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ചിന്തയിലേക്ക് വന്നു. ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ഓർഫനേജ് പഠിച്ചതും, മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതിരുന്നതും, വേണ്ടവിധം നല്ല ഭക്ഷണം ലഭിക്കാതിരുന്നതും, പലപ്പോഴും വേദന എൻ്റെ ഹൃദയത്തിൽ വന്നത്, ഒരു അനാഥനെ പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നതൊക്കെ എന്നിൽ ഓർമ്മ വന്നപ്പോൾ, ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ളൊരു ചിന്ത എൻ്റെ യൗവനത്തിൽ തന്നെ എനിക്ക് തോന്നി. ഞാൻ താമസിക്കുന്ന മുറിയുടെ ബാക്ക് ഭാഗത്തുകൂടെ ഫറോക്ക് പുഴ ഒഴുകുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ എപ്പോഴും വാക്കുതർക്കം ഉണ്ടാകുന്ന ഈ സഹോദരനെ കൊല്ലുക, ഈ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുക, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത എന്നിലേക്ക് വന്നു. അങ്ങനെ ഞാനതൊക്കെ കരുതിക്കൂട്ടി അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നത്. ഒരു ദൈവശബ്ദമാണ് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത്. ശബ്ദം കേട്ടു, നീ എൻ്റെ വചനം പഠിക്കണം, എന്നെ അനുഗമിക്കണം. ഞാൻ റൂമിൽ ചുറ്റും നോക്കി, ആരെങ്കിലും പറഞ്ഞതാണോ നോക്കി. പക്ഷേ ആരും പറഞ്ഞല്ല. വീണ്ടും ആ ശബ്ദം എൻ്റെ കാതുകളിൽ വന്ന് മുഴങ്ങി. എന്നോട് നീ എൻ്റെ വചനം പഠിക്കണം, എന്നെ പിൻപറ്റണമെന്നുള്ള ദൈവശബ്ദം എൻ്റെ കാതുകളിൽ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ദൈവം എന്നോട് സംസാരിച്ചതാണെന്ന്. ദൈവം എന്നോട് സംസാരിക്കുവാൻ കാരണമുണ്ട്. എന്നെ ചെറുപ്രായത്തിലെ ദൈവത്തിന് വേണ്ടി നേർന്നതാണ്. ആ അനുഭവം എങ്ങനെയാണ്? എൻ്റെ അമ്മ 5 മാസം എന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, അതായത് ദാരിദ്ര്യം കൊണ്ട് അമ്മ വയലിൽ നാട്ടിപ്പണിക്ക് കടന്നുപോയി. ഭക്ഷണത്തിൻ്റെ അഭാവം മൂലം ആ ബുദ്ധിമുട്ടി പണി ചെയ്ത്, ഞങ്ങളുടെ വീട് ഒരു മലയുടെ ഉയരത്തിലാണ് ഉള്ളത്. അപ്പോൾ കയറ്റം കയറി വരുന്ന സമയത്ത് അമ്മ ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ട് തലകറങ്ങി വീണ് റോട്ടിൽ വീണപ്പോൾ, അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പെന്തക്കോസ്ത് അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഓടി വരികയും അമ്മേനെ താങ്ങി എഴുന്നേൽപ്പിക്കുകയും അമ്മയുടെ വയറ്റിൽ കൈവച്ചിട്ട് പറഞ്ഞു, നോക്കിയപ്പോൾ എനിക്ക് കുഞ്ഞിന് ചലനമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ കുഞ്ഞിനെ ദൈവം ജീവനോടെ നൽകുന്നുവെങ്കിൽ ഇതിന് ദൈവനാമത്തിന് വേണ്ടി നേരുമെന്ന് ആ അമ്മച്ചി അമ്മയുടെ വയറ്റിൽ കൈവച്ച് നേർന്നുവെന്നാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്. അങ്ങനെ നേർന്ന എന്നെ എൻ്റെ അമ്മ വീട്ടിൽ വെച്ചാണ് പ്രസവിക്കുന്നത്. അങ്ങനെ എൻ്റെ ചെറുപ്രായം കടന്നുപോയി. അപ്പോൾ ഞാൻ ഈ ആത്മഹത്യ ചെയ്യണമെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ദൈവശബ്ദം ഞാൻ കേൾക്കുവാൻ കഴിഞ്ഞത്. കാരണം എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ആ പ്രിയ മാതാവ് ദൈവത്തിന് വേണ്ടി എന്നെ നേർന്നപ്പോൾ കർത്താവ് അത് കുറിച്ചിട്ടു. നാം അമ്മയുടെ ഗർഭപാത്രം ഉരുവാകുന്ന മുമ്പ് അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നുവെന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ എന്നെ അന്ന് ദൈവം തൻ്റെ കയ്യിൽ രേഖപ്പെടുത്തി വെച്ചു, അല്ലെങ്കിൽ ദൈവം ഓർമ്മപ്പെടുത്തി എന്നെ വിളിച്ച് ദൈവനാമത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി ദൈവശബ്ദം ഞാൻ കേട്ടു. അങ്ങനെ ആ ദൈവശബ്ദം കേട്ട് എൻ്റെ ഒരു സ്നേഹിതൻ കോഴിക്കോട് മലബാർ ബേർഷബ ബൈക്കോളേജിൽ തിരുവചനം പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞു. അദ്ദേഹം മുഖാന്തരം ഞാൻ ആ ബൈക്കോളേജിൽ പഠിക്കുവാൻ ആഗ്രഹിച്ചു. അവിടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഞാൻ ആ ബൈക്കോളേജിൽ പഠനത്തിന് വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, കൂടുതലായി ദൈവജനത്തെപ്പറ്റി ഒന്നും അറിയത്തില്ല. ദൈവശബ്ദം ഞാൻ കേട്ടു, നീ എൻ്റെ വചനം പഠിക്കണം, എന്നെ അനുഗമിക്കണം എന്നുള്ള ശബ്ദം മാത്രമേ എൻ്റെ കാതുകളിൽ ഇപ്പോഴും അത് മുഴങ്ങിക്കേൾക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ ഒരു 7 ദിവസം ബൈക്കോളേജിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം സാധാരണ ബൈക്കോളേജ് സ്റ്റുഡൻസ് ഇരിക്കുന്ന പോലെ ഞാനും പോയിരുന്നു. രണ്ടാമത്തെ ദിവസമായിരുന്നു. മൂന്നാമത്തെ ദിവസം എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തികളും ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് ഓർമ്മ വരികയായിരുന്നു. ആ ഓർമ്മ വരുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരികയാണ്, എനിക്ക് കരച്ചിൽ വരികയാണ്. ഞാൻ ചെയ്ത തെറ്റ്, എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങൾ, എൻ്റെ ക്രൂര മനോഭാവങ്ങൾ, എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്ത സ്ഥലത്ത് ചെയ്തത്, ഞാൻ ചെയ്ത തെറ്റുകൾ, ഇതൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എനിക്ക് മാനസാന്തരത്തിലേക്ക് എന്നെ നയിക്കുന്നതാണ് എനിക്ക് ബോധ്യമായി. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ എന്നോടായിട്ട് ഞാൻ എൻ്റെ പാപങ്ങളും തെറ്റുകളും ദൈവത്തോട് ഏറ്റുപറഞ്ഞു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ,
എന്നോട് ക്ഷമിക്കണമേ. ഇന്നത് ഓരോ കാര്യങ്ങളും ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ ഒരു ടി വി കാണുന്ന പോലെ ഞാൻ കാണുമ്പോൾ അതിനെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചെയ്യുകയാണ്. അങ്ങനെ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിവസം സ്നാനത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉപവാസത്തിന് വന്ന ദൈവദാസന്മാർ, അവിടെ ബൈക്കോളജിൻ്റെ അധികാരികളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദൈവവചനം സ്നാനപ്പെടണമെന്ന ഒരാഗ്രഹം ഉണ്ടാകുകയും അതിനെപ്പറ്റി പഠിക്കുകയും അങ്ങനെ കോഴിക്കോട് ഫിലദൽഫിയ ചർച്ചിൻ്റെ സ്നാനക്കുളത്തിൽ വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ സ്നാനപ്പെടുവാനിടയായിത്തീർന്നു. എന്നെ സ്നാനപ്പെടുത്തിയത് KC സൈമൺ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസനാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവനെ സഹായിച്ചു. അങ്ങനെ ഞാൻ കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തു. അങ്ങനെ അവിടെ DTH എന്ന് പറഞ്ഞ ഡിപ്ലോമ ഇൻ തിയോളജി എന്ന കോഴ്സ് പഠിച്ചു. അതിനുശേഷം BTH പഠിച്ചു. അതിനുശേഷം MDV ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ആ പഠനത്തിന് ശേഷം ഞാൻ കേരളത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്നെ ഭാഷ അറിയാത്തവരുടെ ദേശത്ത് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണം പോലെ ഞാൻ രാജസ്ഥാൻ കോട്ടയിൽ ഗ്രാജുവേഷൻ ചെയ്യാൻ കടന്നു പോവുകയും അവിടുന്ന് ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഇമ്മാനുവൽ മിഷൻ മൊബൈൽ ടീമിലേക്ക് ആളുകൾ എടുക്കുന്നു പറഞ്ഞു. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ഡൽഹിയിൽ ഇമ്മാനുവൽ മിഷൻ ടീമിലേക്ക് എന്നെ സ്വീകരിക്കുകയും അവിടെ ഞാൻ ഭാഷ അറിയത്തില്ല, ഹിന്ദി എനിക്കറിയത്തില്ല. എനിക്ക് ആകെ ഹിന്ദിയിൽ അറിയുന്നത് തുമാരാ നാം ക്യാ ചോദിച്ചാൽ മേരാ നാം സബാസ്കൻ എന്ന് മാത്രമേ പറയാത്തുള്ളൂ. നിൻ്റെ പേരെന്താ ചോദിച്ചാൽ എൻ്റെ പേര് പറയാൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അന്ന് ആ കാലഘട്ടങ്ങളിൽ ഈ കോയിൻസ് ഇട്ട് വിളിക്കുന്ന ബൂത്തേ ഉള്ളൂ, അതേപോലെ തന്നെ ലാൻഡ് ഫോണേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ സാറിൻ്റെ ബിജു എന്ന് പറയുന്ന സാറിൻ്റെ നമ്പർ എനിക്ക് തന്നായിരുന്നു. ഞാനങ്ങനെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ ചെന്ന് ഞാൻ ഫോണ് 1 രൂപ കോയിനിട്ട് വിളിക്കുന്ന കോയിൻ വിളിച്ച് കഴിയുമ്പോൾ ഫോണ് എടുക്കുന്ന സ്വിച്ച് ഓഫാണ്. എനിക്കാണെങ്കിൽ ഭാഷ അറിയത്തില്ല, ആരോടും സംസാരിക്കാൻ അറിയത്തില്ല. ഞാനാകെ വിഷമിച്ചു. 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കിട്ടി. അദ്ദേഹം പറഞ്ഞു ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരാളെ വിടാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഭാഷ അറിയാത്ത ഈ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. കഹാൻ ജാരേ എന്ന് തന്നെ ഹിന്ദി ചോദിച്ചു. ഞാൻ ഹിന്ദി എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഹിന്ദിയിൽ അതിന് മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു വേറെ ആരും ഗോയിങ് ചോദിച്ചു. ഇംഗ്ലീഷ് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോട് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്നടത്താണ് പോകുന്നതെന്നും അവർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പുറകെ അനുഗമിക്കാം, ഫോളോ മീ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ യാത്ര ചെയ്ത് ഒരു അരമണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ഈ പറഞ്ഞ താമസിക്കുന്ന സ്ഥലത്തെത്തി. അന്നു മുതൽ ഞാൻ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ അവിടെ ട്രെയിനിങ്ങിനായിട്ട് ഒരു 6 മാസം അവിടെ നിന്നു. 6 മാസം ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 രൂപയ്ക്ക് ബൈബിളും ട്രാക്റ്റുകളും കൊടുത്ത് സുവിശേഷ പ്രവർത്തനം ചെയ്യുകയും ഈ 5 രൂപ കൊണ്ട് ഉപജീവനം കഴിക്കുകയും ചെയ്യുന്നതാണ്. പ്രഭു അമാര മധ്യരഹ എന്ന് പറഞ്ഞൊരു കോമിക്സും അതുപോലെ തന്നെ പവിത്രവചനം എന്ന് പറഞ്ഞ ബൈബിളും അതുപോലെ ട്രാക്റ്റുകളും 5 രൂപയ്ക്ക് കൊണ്ട് കൊടുക്കുക, 5 രൂപ മേടിക്കുക. അതുകൊണ്ട് വണ്ടിക്ക് എണ്ണയടിക്കുക, നമുക്ക് ആഹാരപദാർത്ഥങ്ങൾ മേടിക്കുക, നമ്മുടെ മറ്റുള്ള പ്രാഥമിക ആവശ്യത്തിനുമുള്ള സാധനങ്ങൾ മേടിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് മാർഷൽ ജീപ്പ് യാത്ര ചെയ്ത് പാനിപ്പത്ത്, സോനിപ്പത്ത്, ഗുഡ്ഗാവ് അങ്ങനെ ഹരിയാനൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ നടന്ന് ഈ ബൈബിൾ കൊടുക്കുകയും ട്രാക്റ്റ് കൊടുക്കുക 5 രൂപയ്ക്ക് ദൈവവചനം സുവിശേഷ പ്രതികൾ കൊടുത്ത് അതിൽ നിന്നാണ് ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നത്. പല പ്രാവശ്യം ഞങ്ങൾ റോഡ് സൈഡ് കിടക്കേണ്ട അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അത് കിടക്കാൻ സ്ഥലമില്ലാതെ പടുത വിരിച്ചിട്ട് അതിൻ്റെ ഞങ്ങൾ 7 പേരാണ്, ഞങ്ങൾ 7 സഹോദരന്മാർ കിടക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ തലയിലെല്ലാം പൊടിയായിരിക്കും. കാരണം വണ്ടി ഓടിപ്പോകുന്നതിൻ്റെ പൊടിയും പടലങ്ങളൊക്കെ ഞങ്ങളുടെ തല. രാവിലെ എഴുന്നേറ്റ് അവിടെ നമ്മൾ ഡ്രസ്സ് ചെയ്യും. ഞങ്ങളെപ്പോഴും ഈ കുഴൽ പൈപ്പ് ഉള്ളിടത്താണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, വണ്ടി സൈഡാക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം വെള്ളം ഞങ്ങൾക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് ഒരു കടയുടെ തിണ്ണയിലിട്ടു. ആ കടയിൽ പുതിയ മണ്ണ് എടുത്തിട്ടതായിരുന്നു. അവിടെ ഇട്ട് രാത്രി മഴ പെയ്തു. ഞങ്ങൾക്ക് കിടക്കാൻ കടയുടെ തിണ്ണയിലേക്ക് ഞങ്ങൾ കയറി കിടന്ന് ഞങ്ങൾ നനഞ്ഞു. രാവിലെ എല്ലാവരും 8 മണിയായപ്പോൾ റെഡിയായി. അവരെ ഡ്യൂട്ടിക്ക് അനുസരിച്ച് ഓരോരുത്തരും ഫുഡ് ഉണ്ടാക്കണം. അതും എല്ലാം റോഡ് സൈഡിൽ തന്നെ വെച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ വണ്ടി ചെളി പൂണ്ടുപോയി. പിന്നെ വണ്ടിയിൽ വലിച്ച് ഞങ്ങൾ കഴിച്ചപ്പോൾ വണ്ടിക്ക് എണ്ണ കുറവായിരുന്നു. അങ്ങനെ ഈ വണ്ടി മാർഷൽ ജീപ്പ് എണ്ണയില്ലാത്തതും അടുത്ത ഗ്രാമത്തിലെത്താൻ വേണ്ടി ഈ പമ്പിങ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ ജീപ്പിനുണ്ട്. അങ്ങനെ ഞങ്ങൾ പമ്പ് ചെയ്ത് കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ പിന്നെയും വണ്ടി നിന്നു. പിന്നെ ഞാൻ
എൻ്റെ തോളിൽ ചെങ്ങലയിൽ ഈ വണ്ടി കെട്ടി വലിച്ചു. കുറേ ബൈക്കിൽ നിന്ന് മറ്റ് സഹോദരന്മാർ തള്ളി. അങ്ങനെ ഭക്ഷണമില്ലാതെ ഞങ്ങൾ അടുത്ത ഗ്രാമം വരെയും ചെന്ന് അവിടെ ചെന്ന് ഞങ്ങൾ ബൈബിൾ പ്രതികളും സുവിശേഷ പ്രതികളും ഒക്കെ കൊടുത്താണ് ഞങ്ങൾ 5 രൂപയ്ക്ക് പുസ്തകം കൊടുത്ത് ഞങ്ങൾ ഉപജീവനം കഴിച്ച് അങ്ങനെ കർത്താവിന് വേല ചെയ്തു. ഒരു ദിവസം ഞാനിങ്ങനെ പഞ്ചാബി ബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഡൽഹിയിലെ സ്ഥലമാണ് പഞ്ചാബി ബാഗ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഞാൻ ഈ പുസ്തകങ്ങൾ ആയിട്ട് ഞാൻ ട്രാക്റ്റുമായി കടന്നുപോയി. കടന്നു പോകുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരാൾ ഹൈറ്റും വെയിറ്റ് ഒരാൾ ടീക്കൊക്കെ തൊട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നു. എന്നോട് വെച്ചാൽ എന്താണ് ചെയ്യുന്നത്, ക്യാ ബാറ്ററേയും ചോദിച്ചു, എന്താണ് കൊടുക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു പ്രഭു യീശു മസീഹ് ബാരമേ കഹാനി, അത് യേശുവിനെ സംബന്ധിച്ചുള്ള ബൈബിൾ പ്രതികളാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വലിച്ചു കയറിയിട്ട് ബൈബിളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് താഴെയിട്ട്. അപ്പോൾ അടുത്തൊരാളോട് പറഞ്ഞു മാച്ചസിലേക്കാവോ, മാച്ചസ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. തീപ്പെട്ടി കൊണ്ടുവന്ന് കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ കൊങ്ങ കയറി കുത്തിപ്പിടിച്ചു. എന്നോട് പറഞ്ഞു എൻ്റെ കൈയും കാലും തല്ലി ഒടിക്കും, നീ ഇവിടെ മതപരിവർത്തനം ചെയ്യുകയാണ്, തരം പരിവർത്തനം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ഭീഷണിപ്പെടുത്തുവാനൊക്കെ. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം വന്നു. അപ്പോഴാണ് ഏലിയാവ് ഏകനായിട്ട് കർമ്മയിൽ നിന്ന കാര്യമൊക്കെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അപ്പോൾ എനിക്ക് പ്രത്യേക ഒരു ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വന്നിട്ട് എനിക്ക് ധൈര്യം തന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഭായ് സാബ് സീതെ ജാനക്കിലെ രാഷ്ട്രീയൊക്കെയാണെന്ന് ചോദിച്ചു. അതായത് നേരെ പോകാനുള്ള വഴിയുണ്ട്. എന്നോട് പറഞ്ഞു ഇവിടുന്ന് പോയില്ല എൻ്റെ കൈയും കാലൊക്കെ തല്ലി ഒടിക്കും, ഇനി നീ ഇങ്ങനെ ചെയ്യരുത്, മതപരിവർത്തനം ചെയ്യരുത്, അംഗ്രേജികളുടെ കാര്യം അല്ലെങ്കിൽ വിദേശികളുടെ മതം ഇവിടെ പ്രചരിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. എൻ്റെ ഇത് ബൈബിൾ മേടിച്ച് കത്തിക്കുകയും എൻ്റെ മുഖത്ത് എറിയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ ഈ സുവിശേഷപ്രതിയായി ഞാൻ കടന്നു പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഈ വാക്കത്തിയും അരിവാളൊക്കെ കാച്ചിക്കുന്ന ആളുകളുണ്ട്. ഈ റോഡ് സൈഡിൽ വിൽക്കുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് എൻ്റെ ബാഗ് വലിച്ചു എന്നോട് പറഞ്ഞു തും ക്യാ ബാറ്ററേന്ന് ചോദിച്ചു, എന്താ നീ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രഭു യീശു മസീഹ് ബാരമേ കഹാൻ, യേശുവിനെ പറ്റിയുള്ള കഥകളാണ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നീ മതപരിവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നൊരു വാക്കത്തി എൻ്റെ കഴുത്തിലേക്ക് വെച്ചു. എന്നോട് പറഞ്ഞു ശ്രീരാം എന്ന് പറയാൻ പറഞ്ഞു. എന്നോട് ഭാരത് മാതാ കീ ജയ് എന്ന് പറയില്ല, എന്നിട്ട് കഴുത്തറക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ആ ഭയം എന്നിലേക്ക് വന്നു. കഴുത്ത് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിലുള്ള വിഷമങ്ങളും പേടിയെല്ലാം വന്നു. ഞാനൊന്നും മിണ്ടാതെ നിന്നു. എന്നോട് പറഞ്ഞു ലാസ്റ്റ് നീ ഭാരത് മാതാ കീ ജയ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തല്ലി പറഞ്ഞതുപോലെ ഞാൻ ഭാരത് മാതാ കീ ജയ് എന്ന് പറഞ്ഞു. ശ്രീരാം എന്ന് പറയാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചുവെങ്കിലും ഞാനത് ചെയ്തില്ല. അതൊക്കെ എന്നെ ഉന്തിയും തള്ളുകയൊക്കെ ചെയ്ത ഞാൻ ആ കാവിൽ നിന്നും വീണ്ടും പോയി ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്നു. മറ്റൊരു ദിവസം ഞങ്ങൾ ട്രാക്റ്റുമായി പോകുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ എപ്പോഴും ഓരോ ദിവസങ്ങളും ഞങ്ങൾ സുവിശേഷപ്രതിയുമായി പോകുന്ന സമയത്ത് വളരെ പ്രതികൂലങ്ങൾ. രാവിലെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്ന് ആരും ഞങ്ങളെ പിടിക്കരുതേ, അങ്ങയുടെ വചനം കൊടുക്കാൻ സഹായിക്കണമേ, ഞങ്ങൾക്ക് ഇത് മേടിക്കാൻ ആളുകളെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോകും. എന്ന് പോയാലും ഞങ്ങളെ പിടിക്കും. ഒരു പ്രാവശ്യം പിടിച്ച് ട്രാക്റ്റുകളെല്ലാം വലിച്ചു കയറി എൻ്റെ മുഖത്തെറിഞ്ഞ് എൻ്റെ മുഖത്ത് തുപ്പുവാനിടയായി. കാരണം നിങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, അവൻ കർണാടകക്കാരനാണ്. അദ്ദേഹത്തെ പിടിച്ച് റൂമിലിട്ട് ചവിട്ടി കണ്ണും ഒക്കെ അടിച്ച് കലക്കി ഹാർട്ടിനൊക്കെ ചവിട്ടി മുഖമൊക്കെ അടിച്ച് പൊട്ടിച്ച് അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിലെ കുറേ കയ്യാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. ഒരു പ്രാവശ്യം ഞാൻ ട്രാക്റ്റുമായി ഈ സുവിശേഷപ്രതിയുമായിട്ട് പോകുന്ന സമയത്ത് എന്നെ പിടിച്ച് അമ്പലത്തിൽ പൂട്ടി. എന്നോട് പറഞ്ഞു നിന്നെ വിടത്തില്ല, നിന്നെ ഇവിടുത്തെ ദേവിക്ക് പ്രസാദമായി കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് പൂട്ടി. എന്നാലും ദൈവത്തിൻ്റെ കൃപ എന്ന് പറയട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ എന്ത് ചെയ്തു, അവിടെ നിന്ന് അവർ റിലീസ് ചെയ്ത് വിട്ടു. കർത്താവിന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ കുറേ അധ്വാനിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. ട്രാക്റ്റുകൾ കൊടുക്കുവാനും അതുപോലെ ഒരുപാട് വേദനകൾ എനിക്ക് അനുഭവിപ്പാൻ. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരമാണ് വരുന്നത്. വലിയ ബാഗിൽ പുസ്തകക്കെട്ടുകൾ നിറച്ച് പ്രഭുവമാര മധ്യരക എന്ന് പറയുന്ന കോമിക്സ്, അതുപോലെ പവിത്രവചൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ട്രാക്റ്റുകൾ, ഇതൊക്കെ ഞങ്ങൾ നിറച്ച് ഞങ്ങൾ ഈ ഓരോ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകും. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പോകുന്നത്. എല്ലാവരും ഒരുമിച്ചെന്ന് ഒരു കവലിൽ നിന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പോകുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന സമയങ്ങളിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് ബുദ്ധിമുട്ട്. ചൂട് സമയത്ത് ചൂട് കൂടി എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് ഞാൻ മരണത്തോട് മല്ലടിച്ചൊരു സാഹചര്യം വന്നു. അങ്ങനെ മരണത്തോട് മല്ലടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ വീട്ടുകാരെല്ലാം വീണ്ടും ഓർമ്മ വന്നു. ഞാൻ ബിജു സാറിനോട്, സാറേ എനിക്ക് വീട്ടിൽ പോകണം. അങ്ങനെ അവിടെ നിന്ന് മഞ്ഞപ്പിത്തം കൂടി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിൽ ഞാൻ പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വേലകൾ ചെയ്തു. ബിലിവേഴ്സ് ചർച്ചിൽ ഫിലിം മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിവാഹാലോചന കടന്നു വരുന്നത്. വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറയിൽ
ആയിരിക്കുന്ന ഒരു സഹോദരി വിവാഹാലോചനയാണ് കടന്നു വരുന്നത്. അവിടെ കടന്നു ചെന്ന് പെണ്ണ് കാണുകയും അവർ പെന്തക്കോസിൽ ജനിച്ചു വളർന്നതുകൊണ്ട് കുറേ ആത്മീയ സപ്പോർട്ട് എനിക്ക് വെച്ചു. എന്നാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആത്മീയ സപ്പോർട്ട് കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ കത്തോലിക്കെന്ന് വന്നതുകൊണ്ട് ബാക്കി എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബക്കാരെല്ലാം മാർസിക്കാരായതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ളൊരു ഗ്രാഹ്യമോ അങ്ങനെ സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആത്മീയമായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടും പ്രാർത്ഥിക്കുകയും കൈത്താങ്ങുകയൊക്കെ ചെയ്തത് ഈ വൈഫിൻ്റെ വീട്ടിൽ നിന്നാണ്. വൈഫിൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ പേര് പ്രിൻസി എന്നാണ്. ദൈവകൃപയാൽ ഇപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകൻ്റെ പേര് പ്രേഷ്യസ്, രണ്ടാമത്തെ മകൻ്റെ പേര് ഗ്രേഷ്യസ്, മൂന്നാമത്തെ മകളുടെ പേര് ഗ്ലാഡിസ്. അങ്ങനെ ദൈവം 3 കുഞ്ഞുങ്ങളെ തന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിൽ ഇടുക്കിയിലായിരുന്ന സമയത്ത് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് കർത്താവിൻ്റെ വിലയിൽ. അന്ന് ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന ചർച്ചിൽ ഞങ്ങൾ സ്വത്രാഴ്ച എടുക്കുന്ന പാത്രത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചോറ് കഴിക്കുന്നത്. കാരണം നമുക്ക് വേറെ പാത്രങ്ങളോ കാര്യങ്ങളോ ഇരിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പായ് വിരിച്ചിട്ടാണ് ആളുകളെ ഇരുത്തുന്നത്, ഗസ്റ്റ് ഇരുത്തുന്നത്. അത് കണ്ടുകൊണ്ട് ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഓണർ അദ്ദേഹം ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ആളാണ്. ഈ എന്താ പറയുന്നത്, വാടക സാധനങ്ങൾ കൊടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു 2 കസാര കൊണ്ടുവന്ന പാസ്റ്റേ ഇന്നാ മേടിക്കുന്ന അന്ന് നിങ്ങൾ എനിക്ക് കസാര തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 2 കസാര കൊണ്ട് ഞാൻ കിട്ടും. അങ്ങനെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ അങ്ങനെ ഒരു കസാരയായി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടിയാണ് കർത്താവിൻ്റെ വേലയിൽ ആരംഭിക്കുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും ആരംഭിക്കുന്നത്. അവിടുന്ന് ദൈവം ഞങ്ങളെ മാനിച്ചു. എൻ്റെ ഭാര്യയോടും എന്നോടുമുള്ള ദൈവിക വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ വീണ്ടും രാജസ്ഥാനിൽ അമേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു ചെന്നു. അവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലയും ചെയ്യുകയായിരുന്നു. അവിടെ ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുകയും കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഞാനൊരു 6 മാസം അവിടെ പഠിപ്പിച്ചു. 6ാമത്തെ മാസം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയട്ടെ ഓഫീസിന് ഇൻചാർജായി. അതിനുശേഷം അഡ്മിനിസ്ട്രേഷനിലേക്ക് വരെയും ദൈവം എന്നെ ഉയർത്തി. ഒന്നുമില്ലായ്മയെന്ന് ദൈവം 1000 സ്റ്റുഡൻസുള്ള 16 ടീച്ചർമാരുള്ള 2 ആയമാരുള്ള 2 ഡ്രൈവർമാരുള്ള ആ വലിയ സ്കൂളിൻ്റെ ചുമതല ദൈവം എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ അവിടെ അമേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒമേഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിനിസ്ട്രേഷനായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ഞങ്ങളെ കൂടി അവിടെ ചെയ്യിപ്പിച്ചു. ഞങ്ങളുടെ സ്കൂളിൽ കടന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മ പിത്തരസം ഛർദ്ദിക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്ത് കഴിച്ചാലും പിത്തരസം ഛർദ്ദിക്കുക. അവർ മന്ത്രവാദികളുടെ അടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പൂജ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ദിവസം അവരുടെ ഭർത്താവ് ഗവൺമെൻറ് ടീച്ചറാണ്. ഞങ്ങളിങ്ങനെ വൈകുന്നേരം സമയം സംസാരിക്കുക എന്നോട് പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു അസ്വസ്ഥതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, യേശുവിനെ നിങ്ങളെ വിടുവിക്കാൻ കഴിയും എന്നൊക്കെ അദ്ദേഹത്തോട് ഹിന്ദിയിൽ പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിൽ ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു യേശുവിനെ പറ്റിയും ദൈവജനത്തെപ്പറ്റിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ദൈവം 25 വർഷം പിത്തരസം ഛർദ്ദിച്ചുകൊണ്ടിരുന്ന ആ സഹോദരിക്ക് ദൈവം സൗഖ്യം കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ സഭയിലേക്ക് ആ കുടുംബമായിട്ട് ശത്രുഘ്നൻ എന്ന് പറഞ്ഞ സാറും ഫാമിലിയും 2 കുഞ്ഞുങ്ങളും ആദ്യമായി ചർച്ചിലേക്ക് കടന്നു വന്നു ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. അതിനുശേഷം ഞങ്ങളുടെ സ്കൂളിൽ വരുന്ന ഒരു ടീച്ചർ, ആ ടീച്ചറിൻ്റെ വീട്ടിലെ പശു ഈ തളർന്ന് വീണിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പ്രസവം കഴിഞ്ഞ് പാല് കറക്കുന്ന പശുവാണ്. അപ്പോൾ ആ വീട്ടുകാർ ആ ടീച്ചർ വന്നതുകൊണ്ടാണ്, ടീച്ചറിൻ്റെ ശാപമാണ് മൃഗങ്ങൾക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തെ ബുദ്ധിമുട്ട്. ഒരു ദിവസം സ്കൂളിൽ വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ടീച്ചറെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു സാറേ എന്നെ എല്ലാവരും ഞാൻ കാരണമാണ് വീടിന് ശാപം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ ഒരു കാര്യം ചെയ്യേ, അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. പ്രഭു യീശു മസീഹ് ആപ്കോ ചങ്കായി ദേതെങ്കെ ആപ്കോ വിടൽ തരുമെന്ന്, ദൈവം നിങ്ങളെ വിടിവിക്കുമെന്നൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം ആ ടീച്ചറിൻ്റെ വീട്ടിൽ ഞങ്ങൾ കടന്നു ചെന്നു, പ്രാർത്ഥിച്ചു. അന്ന് ആ ഹിന്ദിയിലെ ദൈവവചനം വായിക്കുകയും വചനസംഹിത 121 121 സങ്കീർത്തനം വായിക്കുകയും അതായിട്ട് ഒരു മൊന്തയിൽ വെള്ളം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് കിടക്കുന്ന അകിട് ചീർത്ത് പഴുപ്പായിരിക്കുന്ന പശുവിൻ്റെ തലയിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പോൾ തന്നെ പശു ചാടി എഴുന്നേറ്റെന്നാണ് ടീച്ചർ പറയുന്നത്. പിറ്റേ ദിവസം ടീച്ചർ സ്കൂളിൽ വരുമ്പോൾ ഒരു കെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കുപാത്രത്തിൽ പാലുമായി വരിക. ടീച്ചർമാർക്ക് സ്കൂളിൽ ചായ കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട് തണുപ്പ് കാലത്ത്. അപ്പോൾ ടീച്ചർ പാലുമായി വരിക, വളരെ സന്തോഷത്തോട് വരിക. ഞാൻ ചോദിച്ചു എന്താ ടീച്ചറെ? വളരെ സന്തോഷം, ഇന്നലെ വരെ വിഷമിച്ച് വരുന്ന ടീച്ചറെ. സാറ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം
ദുവ കർണയ്ക്ക് ബാധ പശു എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അതായത് എഴുന്നേറ്റ് കുഴപ്പമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ സമാധാനമായി എന്ന്. അപ്പോൾ യേശുവിന് അത്ഭുതം. അങ്ങനെ ആ ടീച്ചറും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ വേലയും അതുപോലെ സ്കൂളിലുള്ള ബന്ധത്തിലുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ ചേട്ടൻ്റെ മരണത്തോട് അനുബന്ധിച്ച് ഞാൻ നാട്ടിലേക്ക് കടന്നു വരികയും നാട്ടിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇപ്പോൾ ഞാനും കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ കണ്ണൂർ ജില്ലയിൽ കേരളത്തിനടുത്ത് കണിച്ചാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചർച്ചക്കോട് കേരള സ്റ്റേറ്റിനോട് ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പുതിയ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ ഓരോ വീടുകളിലും ഒക്കെ ചില സുവിശേഷം പറഞ്ഞു. ഇപ്പോൾ ദൈവകൃപയാൽ ചിലർ കൂടി വരാനുണ്ട്. അവർ ദൈവസേനയിൽ നിൽക്കുന്നു. ഞങ്ങളെ 3 മക്കളെയും അടിയനെയും കുടുംബത്തെയും ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചു. ആ സകല മാനമഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന യേശുവിൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ രക്ഷയിലേക്ക് വന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആത്മഹത്യയ്ക്കോ ആരെങ്കിലും നിരാശയോടെ ഇരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാനുള്ള, യേശു നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം ഉയർത്തും. വിവിധ മേഖലയിൽ ദൈവം കൊണ്ടുവരും. നിങ്ങൾ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് വേല ചെയ്യുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ മാനിപ്പാൻ ഇടയായിത്തരും. അവൻ ആർക്കും കടക്കാരനല്ല. കർത്താവ് നമ്മൾ ഒരു നാളും അനാഥരായി വിടുകയില്ല. എന്നെ രക്ഷിച്ച കർത്താവ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളെ വിടുവിക്കുവാനും രക്ഷിപ്പാനും നിങ്ങളെ സഹായിപ്പാനും കഴിവുള്ള ദൈവത്തെയാണ് നാം ഓരോരുത്തരും സേവിക്കുന്നത്. അതുകൊണ്ട് ദൈവം എൻ്റെ സാക്ഷ്യം മുഖാന്തരം നിങ്ങളെ രക്ഷയുടെ അനുഭവത്തിലില്ലാത്തവർ രക്ഷിക്കപ്പെടട്ടെ. നിങ്ങൾ ആരെങ്കിലും ആത്മഹത്യയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതൊരു പരിഹാരമല്ല. യേശുക്രിസ്തു കൂടി മാത്രമേ നിത്യരക്ഷയുള്ളൂ എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, കർത്താവിനോട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നിരാശകളുണ്ട്. പക്ഷേ കർത്താവ് നമ്മെ ശക്തിയോടെ ഉപയോഗിക്കും. എക്കാലത്തും നമ്മെ നിലനിർത്തുന്ന ദൈവമാണ്. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലക്ഷ്യപോയതുമില്ല. അതുകൊണ്ട് നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും കർത്താവ് പറയുന്നു നമ്മെ ശക്തിയോടെ ദൈവം ഉപയോഗിപ്പാനിടയേറ്റവും കർത്താവിൻ്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവസാക്ഷി ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ അവസരമൊരുക്കി തന്ന ക്രൈസ്റ്റ് ബ്ലസ് മീഡിയയോടുള്ള എൻ്റെ ഭാരവാഹികളോടുള്ള നന്ദിയും വന്ദനം അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.